ഇതുവരെ കഴിച്ച് നോക്കാത്തൊരു സംഗതിയാണ് കേട്ടോ ഒന്ന് കഴിക്കാൻ പോണ. നോക്ക്, അതാ എല്ലേന്നൊക്കെ വിട്ട് വരണ കണ്ട നല്ലൊരു മണമാണ് കേട്ടോ. കൊതിയാവുന്ന ഒരു മണമാണ്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് അഫ്ഗാനി ചിക്കൻ. എനിക്ക് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. എന്താ വെച്ചാലേ എരിവുണ്ടാവില്ല, മസാല ഉണ്ടാവില്ല. ഇതല്ലല്ലോ നമ്മുടെ ഫീൽഡ്. അല്ല ഇതൊന്നുമല്ല ഫീൽഡ്, സിനിമ പരിപാടിയാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഫുഡ് കഴിക്കാനും ഫുഡ് കഴിപ്പിക്കാനും കഴിച്ചിട്ട് ഇഷ്ടമെന്ന് പറയുന്നത് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് ഒക്കെ അറിയാം? പിന്നെ ഇതെല്ലാം ഞാൻ തന്നെ ഇപ്പൊ ഉണ്ടാക്കുന്നത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ കൊച്ചിയിലാണ്. ഈ സ്ഥലത്തിന് പറയാ ചുള്ളിക്കൽ. നമ്മൾ ഇതിനും വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇത് അമ്മായിയും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആട്ടോ. രാത്രി മാത്രം ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. അമ്മൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയച്ചതാണ്. പുള്ളിക്കാരൻ തുടങ്ങിയ കടയെ പറ്റി. ആളൊരു ആക്ടറും അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്ററും ഒക്കെയാണ്. പക്ഷെ ഭക്ഷണത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കണ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. വെറൈറ്റി ആയിട്ടുള്ള മീൻ കിട്ട റിബ്, അതുപോലെ കുക്ക് ബീഫ്, അങ്ങനത്തെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കുക. അപ്പൊ ഇന്ന് ഫുഡ് കഴിക്കാൻ ഒരാളല്ല 2-3 പേരുണ്ട്. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് അറിയാം. പക്ഷെ പുതിയതായിട്ട് ഒരാളുള്ളത് റസ്മിനാണ്. റസ്മിന്റെ നാടുമാണ് അല്ലേ? അതെ, എന്റെ സ്വന്തം നാട്ടിലാണ്. അപ്പൊ ചേച്ചിനോട് ഞാൻ എപ്പോഴും മെസ്സേജ് അയക്കും, കൊച്ചിയിൽ വന്നതിന് എന്നെ വിളിക്കണം. കാരണം ഞാൻ കുറെ വീഡിയോസ് കാണാറുണ്ട്. ശരിക്കും ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ട് പല സ്ഥലങ്ങളിലും, കൊച്ചിയിലുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാനും കൂടിയാണ്. അപ്പോൾ കുറേ നാളായിട്ട് മെസ്സേജ് അയക്കാം. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓടിപ്പടച്ച് തന്ന് കുറേ വീഡിയോ എടുത്ത് തിരിച്ചു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഓർക്കും, അയ്യോ റസ്മിനെ വിളിച്ചില്ലല്ലോ. ഈ പ്രാവശ്യം ഞാൻ ഓർമ്മിച്ച് വെച്ച് തിരുവനന്തപുരത്ത് പോരുമ്പോൾ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ കണ്ടു. ഒരു 6 മാസത്തേക്കുള്ളായി നമ്മളിങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ട് നേരിട്ട്. ഇവിടെ കണ്ടപ്പോൾ റസ്മിനെ ഇനി എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ബിഗ് ബോസ് കൂടെയാണ് ഞാൻ റസ്മിനെ അറിയുന്നത്. റസ്മിൻ ഒരു ടീച്ചിങ് ഫീൽഡിൽ തന്നെ PT അല്ലേ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇപ്പോൾ പക്ഷേ ആളുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. നിലവിൽ പഠിപ്പിക്കുന്നില്ല. നിലവിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളിനി കഴിക്കാൻ പോകുന്നത് എല്ലാവരോടും ഒരുമിച്ചാണ് കഴിക്കുന്നത്. ഓൾവേസ് ഫുഡ് ശ്രീഹരി ഉണ്ട്, സാരംഗുണ്ട്. സാരംഗിനെയും ശ്രീഹരിനെയും ഒക്കെ നിങ്ങൾ വീഡിയോയിൽ കൂടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സ്പെഷ്യൽ? നമുക്കിവിടെ നിലവിലുള്ളത് ബീഫ് റിബ്സ് കഴിക്കാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ അഫ്ഗാനി ചിക്കൻ, പിന്നെ പയ്യോളി ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ചിക്കൻ സൂപ്പ്, പരിപ്പറി, പുട്ട്, പപ്പടം, ഓൾ ടൈം ഫേവറേറ്റ് ഇതൊക്കെ തന്നെ ഉള്ളത്. എത്ര മണിക്കാണ് തുടങ്ങുക? നമ്മൾ 7 മണി തൊട്ടിട്ട് രാത്രി ഒരു 1 മണി 2 മണി വരെയൊക്കെ ഉണ്ടാവും. എല്ലാ ദിവസവും ഓപ്പണാണ്. ഇപ്പൊ കുറച്ച് ദിവസം ക്ലോസ് ചെയ്തിട്ടാണ് ഗ്യാസിന്റെ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ദിവസവും ഓപ്പണാണ്, അവധിയൊന്നുമില്ല. അല്ല ഇതൊന്നുമല്ല ഫീൽഡ്, സിനിമ പരിപാടിയാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഫുഡ് കഴിക്കാനും ഫുഡ് കഴിപ്പിക്കാനും കഴിച്ചിട്ട് ഇഷ്ടമെന്ന് പറയുന്നത് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെല്ലാം ഞാൻ തന്നെ ഇപ്പൊ ഉണ്ടാക്കുന്നത്. എല്ലാം ഇപ്പൊ നിലവില് നമ്മുടെ ഷെഫ് റെസിപ്പീസ് ഒക്കെ എന്താണ് ഞാൻ ഒരു ഷെഫിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരി ഇപ്പൊ ലീവിലാണ് ഒരു 1 മന്ത്. ഇപ്പൊ ഞാനാ കുക്കിംഗ് എല്ലാം സ്വന്തമായിട്ട് തന്നെ. ഇതിപ്പോ ഒരു 4 months ആയി. അതിന്റെ ഇടയിൽ ഒരു മാസം പൂട്ടിയിട്ടു. ഗ്യാസിന്റെ ഇഷ്യൂ, നോമ്പ്, ഇത് ഭയങ്കര മുസ്ലിം ഏരിയ ആണ്. അപ്പൊ അതിന്റെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഉഷാറായിട്ട് പോകുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഹാപ്പിയാണ്. എല്ലാരും ഭയങ്കര റെസ്പോൺസ് തരുന്നോണ്ട് ഹാപ്പിയാണ്. എന്തായാലും കഴിച്ചു. കാണാൻ തന്നെ എന്താ ഒരു ഇതുവരെ കഴിച്ച് നോക്കാത്തൊരു സംഗതിയാണ് കേട്ടോ ഒന്ന് കഴിക്കാൻ പോണ. നോക്ക്, അതാ എല്ലേന്നൊക്കെ വിട്ട് വരണ കണ്ട നല്ലൊരു മണമാണ് കേട്ടോ. കൊതിയാവുന്ന ഒരു മണമാണ്. നല്ല സോഫ്റ്റാണ്. ഓ അടിപൊളി. കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല മൊരിമൊരിയുണ്ട്, സോഫ്റ്റാണ്. സാധനം കൂടെ പറയാം, റുമാലി. ഞാൻ പറഞ്ഞില്ലേ പെരുന്നാളിനൊക്കെ ഇറച്ചി പൊരിച്ച് ആ സെയിം അല്ലേ? അതേ സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാം, ഇനി എരിവില്ല. പിന്നെ ആ ഒരു മീറ്റിന്റെ സ്വാദ് അങ്ങനെ തന്നെ, ഓവർ മസാല സ്പൈസ് ഒന്നും ചേർക്കാണ്ടായി. ഭയങ്കര രസമുണ്ട് കേട്ടോ. കറക്റ്റ് പക്ക കൊച്ചി സ്റ്റൈലിൽ തന്നെയാണ്. അത് ഇവർ വേണമല്ലോ പറയാൻ, ഇവർ കഴിച്ച് ശീലമുള്ള ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. കറക്റ്റ് കൊച്ചി സ്റ്റൈലാണ്. അതിന്റെ ആദ്യത്തെ മണടിച്ചപ്പോഴേ പറഞ്ഞു കേട്ടോ ആള്, പെരുന്നാളിനൊക്കെ ഉണ്ടാക്കണ ഇറച്ചി പോലെ ഉണ്ട്.
ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. ഹരിയുടെ വീഡിയോ ആണ് ആദ്യം കാണുന്നത് ഇവിടുത്തെ. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ഒരു ദിവസം വന്ന് വീഡിയോ എടുക്കണേ പറഞ്ഞിട്ട്. അങ്ങനെ മാറ്റി വെച്ച് ഇന്നാണ് സമയം കിട്ടിയത്. അതിൻ്റെ കൂടെ കഴിക്കേണ്ട കോമ്പിനേഷനാണ്. ഞങ്ങളെല്ലാവരും കൂടെ അത് വന്നപ്പോൾ ആദ്യമേ കഴിച്ചു തുടങ്ങി. അടിച്ചപ്പോൾ തന്നെ പിന്നെ ഇതാ റുമാലി റൊട്ടി, ഇത് ചേർത്തിട്ട് വേണം നമുക്ക് കഴിക്കാൻ അല്ലേ. ഇത് വെറുതെ കഴിക്കാനും നല്ല രസമുണ്ടല്ലോ. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അഫ്ഗാനി ചിക്കൻ. എനിക്ക് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പായി. എന്ന് വെച്ചാലേ എരിവുണ്ടാവില്ല, മസാല ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് അത് കഴിക്കേണ്ടത്. ആ, തേങ്ങാപ്പാലാണോ അതിലെന്താ ചേരണത് കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പം ഞാൻ ഇടിയപ്പവും അഫ്ഗാനി ചിക്കൻ്റെ ഗ്രേവിയും കൂടെ ആദ്യം കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എരിവില്ല. സൂപ്പർ. അപ്പോൾ ഇതാ നമുക്ക് പുട്ടും പപ്പടവും പിന്നെ ഒരു കൊച്ചി സ്പെഷ്യൽ. കൊച്ചി പറവൂരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഉദയം പേരൂരിൽ നിന്ന് ചെയ്തിട്ടുണ്ട് നമ്മളെ ചേച്ചിയുടെ. പക്ഷെ ഇതുപോലത്തെ പരിപ്പായിരുന്നില്ല. ആ പരിപ്പ് കുറച്ച് കട്ടിയായിട്ടുള്ള പരിപ്പ്. ഇത് പക്ഷെ കറിയാണ്. ശരിക്കും ഇതാണ് പുട്ടിൻ്റെ കൂടെയുള്ള ഒരു പരുവം അല്ലേ? കല്യാണ രാത്രികളിൽ കൂടെ ഇങ്ങനത്തെ പരിപ്പ് കറിയാ? ഓ ശരി. ഇങ്ങനെ മുളക് കുത്തി ഇടിച്ചിട്ടല്ലേ? നമ്മൾ അന്ന് കഴിച്ച പരിപ്പ് കുറച്ച് കട്ടിപ്പരിപ്പായിരുന്നു. ഇത് പക്ഷെ കറിയായിട്ടുള്ള പരിപ്പ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ ഇറച്ചി ഒന്നും വേണ്ട. എന്തെങ്കിലും വെജ് ഐറ്റംസ് കഴിക്കാൻ വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഇതായിരിക്കും. പുട്ട്, പരിപ്പ്, പപ്പടം. ഇത് മാത്രം കിട്ടുന്ന കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ജീരകമൊക്കെ ചേർത്തിട്ട് പക്ഷെ എരിവുണ്ടോ? ഈ മുളകിൻ്റെ പോയി. ഇതിൻ്റെ പേരാണ് പയ്യോളി ചിക്കൻ. അങ്ങനെയാണ് കേട്ടോ ഇതിന് പേരിട്ടിരിക്കണേ. ഇത് റസ്മിൻ കഴിച്ചു നോക്കും കേട്ടോ. ചിക്കൻ ഫ്രൈ പോലെ ഉണ്ട് അല്ലേ? നല്ല മസാല. പേരുകളൊക്കെ സൂപ്പറാണ് ഇവിടുത്തെ. നല്ല ക്വാളിറ്റി എണ്ണ പോലെ ഫീൽ ചെയ്യും. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം അല്ലേ? ചിക്കൻ ഫ്രൈ അല്ല, ഭയങ്കര ഫ്രൈ അല്ല, ഭയങ്കര മുരിക്കല്ല, പക്ഷെ റോസ്റ്റും അല്ല. ഇത് ഇവിടുത്തെ ഒരു ബീഫ് റോസ്റ്റ് ആണ്. പുട്ടിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു നിൽക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? നൈസായിരുന്നു. കൊച്ചിയിലുണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്. അടിപൊളി. രണ്ടാമത്തതാണ്. അപ്പോൾ അവനോട് ചോദിക്കണ്ട. അവൻ ഓൾറെഡി നല്ലതാണെന്ന് ഭയങ്കര അഭിപ്രായം പറഞ്ഞിട്ടാണ് എനിക്ക് അവൻ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഹരിയോടാണ് ചോദിക്കണേ, എടാ ഇങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ അത് സൂപ്പറാണ്. സാരു എങ്ങനെയുണ്ടായി? സാരു സൂപ്പറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആർക്കും ഇങ്ങനെ ഒരു ഇപ്പം ഇത് കൊള്ളില്ല അത് കൊള്ളില്ല. അതാ എനിക്ക് ബീഫ് റിബ്സ് അതെ വന്നൊന്ന് കഴിച്ചു നോക്കണം അല്ലേ? സോഫ്റ്റ് സാധനം. കൊച്ചിക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വേണം. കാരണം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഭയങ്കര രസമായിട്ട് നല്ല ഇതുണ്ട്. പിന്നെ എനിക്ക് അമ്മനെയൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇങ്ങനത്തെ മേഖലകളിലേക്ക് വരട്ടെ, നല്ല രുചികളൊക്കെ അവർ കൊടുക്കട്ടെ. ഒരു കടയൊക്കെ തുടങ്ങാൻ വേണമെങ്കിൽ ഒരു കടയൊക്കെ തുടങ്ങാൻ ഭാവിയിൽ മട്ടാഞ്ചേരി സ്പെഷ്യലുകളൊക്കെ ആയിട്ട് റസ്മിൻ്റെ കട. ഞങ്ങൾ കച്ചീസ് കുറച്ച് സാധനങ്ങളുണ്ട്. കച്ചീസ് സ്പെഷ്യൽ ഇറക്കിയത്. അതെ അങ്ങനത്തെ കടകളൊന്നും ഇല്ലല്ലോ. ഇല്ല. പക്ഷെ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. അവൻ തന്നെയാണ് എല്ലാം ഓൾ ഇൻ ഓൾ നടക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഇതിലേക്കൊക്കെ പോട്ടെ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. ആദ്യമായിട്ടാണ് റസ്മിനെ കണ്ടത്. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി കൊച്ചിയിൽ വരുമ്പോൾ വിളിക്കാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ. അപ്പോൾ ടാറ്റ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.